ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വെളുത്തുള്ളിയുടെ ഗുണങ്ങളെപ്പറ്റി പറയാനാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. വെളുത്തുള്ളി കഴിക്കുന്നതിൻ്റെ 12 ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചില സംസ്കാരങ്ങളിൽ ലൊസിൻ എന്നും അറിയപ്പെടുന്ന വെളുത്തുള്ളി സർവ്വവ്യാപിയായ അടുക്കള ഘടകവും ആരോഗ്യ ഗുണങ്ങളുടെ അവിശ്വസനീയമായ ശക്തി കേന്ദ്രവുമാണ്. നൂറ്റാണ്ടുകളായി വിവിധ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ വെളുത്തുള്ളി അതിൻ്റെ ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെയും അവശ്യ പോഷകങ്ങളുടെയും സമ്പന്നമായ ഉറവിടമാണിത്. മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒന്നാമത്തെ ഗുണം, രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി അതിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇത് വെളുത്ത രക്താണുക്കളുടെ സമന്വയത്തെ ഉത്തേജിപ്പിക്കുന്നു. അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ പോരാടുന്നതിന് അത്യാവശ്യമാണ്. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. രോഗപ്രതിരോധം, ജലദോഷം, പനി തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. വെളുത്തുള്ളിക്ക് ഹൃദയ സംബന്ധമായ ഗുണങ്ങളുണ്ടെന്ന് അറിയപ്പെടുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും LDL മോശം കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാനും രക്തം കട്ടപിടിക്കുന്നത് തടയാനും സഹായിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അൾഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ ന്യൂറോളജിക്കൽ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു. മികച്ച വൈജ്ഞാനിക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അണുബാധകളെ ചെറുക്കുന്നു. വെളുത്തുള്ളിക്ക് ശക്തമായ ആൻറ്റി മൈക്രോബയൽ സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അത് ബാക്ടീരിയ, വൈറൽ, ഫംഗസ് അണുബാധകൾ പോലുള്ള നിരവധി അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, ചർമ്മ അണുബാധകൾ, ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരമായി ഇത് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ക്യാൻസർ, വൻകുടൽ, ആമാശയം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയുൾപ്പെടെ വെളുത്തുള്ളിയിലെ ഓർഗാനോസൾഫർ സംയുക്തങ്ങൾ ക്യാൻസർ വിരുദ്ധ ഫലമുണ്ടാക്കുകയും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ദഹനത്തെ സഹായിക്കുന്നു. നൂറ്റാണ്ടുകളായി വെളുത്തുള്ളി ദഹന സഹായമായി ഉപയോഗിക്കുന്നു. ഇത് ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനം സജീവമാക്കുന്നു. കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ ദഹന വൈകല്യങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കും. അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. വെളുത്തുള്ളിയിലെ ഉയർന്ന അളവിലുള്ള മാഗ്നീഷ്യം, വിറ്റാമിൻ B6 എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഈ പോഷകങ്ങൾ അസ്ഥി രൂപീകരണത്തിന് അവിഭാജ്യമാണ്. കൂടാതെ ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ അസ്ഥി സംബന്ധമായ അവസ്ഥകളെ തടയാനും കഴിയും. ശരീരഭാരം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിൽ വെളുത്തുള്ളി ഒരു വിലപ്പെട്ട സ്വത്താണ്. ഇത് ഉപാപചയം വർദ്ധിപ്പിക്കുന്നതിനും വിശപ്പ് കുറയ്ക്കുന്നതിനും ശരീരത്തിലെ കൊഴുപ്പ് കത്തുന്ന പ്രക്രിയകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. വെളുത്തുള്ളി പ്രഭാവം കാണിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര പോസിറ്റീവായി നിയന്ത്രിക്കുക. ഇത് ഉപവാസ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പ്രമേഹ രോഗികൾക്കും അല്ലെങ്കിൽ ഈ അവസ്ഥ വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളവർക്കും ഇത് പ്രയോജനകരമാക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വെളുത്തുള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ ഫ്രീ റാഡിക്കലുകൾ അകാല വാർദ്ധക്യത്തിന് കാരണമാകും. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവിനും മറ്റു ചർമ്മ അണുബാധകൾക്കും ചികിത്സിക്കാൻ സഹായിക്കും. ജലദോഷത്തിൻ്റെയും പനിയുടെയും ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നു. ജലദോഷം, പനി എന്നിവയുടെ ലക്ഷണങ്ങൾക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് വെളുത്തുള്ളി. ഇതിൻ്റെ ആൻറ്റിവൈറൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഈ രോഗങ്ങളുടെ തീവ്രതയും ദൈർഘ്യവും കുറയ്ക്കാൻ സഹായിക്കും. ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നത് ആശ്വാസം നൽകുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യും. ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. വെളുത്തുള്ളി ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് ഉദ്ധാരണ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ലൈംഗിക പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യും.
ഇനി ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ദിവസവും വെളുത്തുള്ളി കഴിച്ചാൽ എന്ത് സംഭവിക്കും? ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ഗുണം ചെയ്യും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അണുബാധകളെ ചെറുക്കാനും ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാനും ദഹനത്തെ സഹായിക്കാനും ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിന് കഴിയും. വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതെ, പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് പരമാവധി ആരോഗ്യ ഗുണങ്ങൾ നൽകും. അസംസ്കൃത വെളുത്തുള്ളി അതിൻ്റെ ചികിത്സാ ഗുണങ്ങൾക്ക് കാരണമാകുന്ന എലിസിൻ പോലുള്ള സജീവ സംയുക്തങ്ങൾ നിലനിർത്തുന്നു. എന്നിരുന്നാലും രുചി വളരെ ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് വേവിച്ച വെളുത്തുള്ളി കഴിക്കാം. എന്നിരുന്നാലും അതിൻ്റെ ഗുണങ്ങൾ അല്പം കുറഞ്ഞേക്കാം. ആർക്കൊക്കെ പച്ച വെളുത്തുള്ളി കഴിക്കാൻ കഴിയില്ല? ചില വ്യക്തികൾക്ക് അസംസ്കൃത വെളുത്തുള്ളി കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളോ അലർജിയോ അനുഭവപ്പെടാം. ഇൻസ്ട്രോഫേഷ്യൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആമാശയമുള്ള ആളുകൾക്ക് അസംസ്കൃത വെളുത്തുള്ളി പ്രകോപിക്കാം. കൂടാതെ രക്തസ്രാവമുള്ളവരും രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരും അസംസ്കൃത വെളുത്തുള്ളി കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. വെളുത്തുള്ളി കഴിക്കാനുള്ള ഏറ്റവും ആരോഗ്യകരമായ മാർഗം ഏതാണ്? വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് പച്ചയായോ ചെറുതായി വഴറ്റിയോ കഴിക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി ചതയ്ക്കുകയോ മുറിക്കുകയോ ചെയ്യുന്നത് അതിൻ്റെ ചികിത്സാ ഫലത്തിന് കാരണമാകുന്ന സംയുക്തങ്ങളെ സജീവമാക്കുന്നു. നിങ്ങൾക്ക് സലാഡുകൾ, സോസുകൾ അല്ലെങ്കിൽ ഡിപ്സ് എന്നിവയിൽ അസംസ്കൃത വെളുത്തുള്ളി ചേർക്കാം. അല്ലെങ്കിൽ ഇളക്കി ഫ്രൈകളിലും വറുത്തതിലും ചെറുതായി വേവിക്കുക. വെളുത്തുള്ളി കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? വെളുത്തുള്ളി കഴിക്കാനുള്ള ഏറ്റവും നല്ല സമയമായി പ്രത്യേക സമയമൊന്നും കണക്കാക്കില്ല. എന്നിരുന്നാലും ചിലർ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് ഗുണം ചെയ്യും. ഇത് പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാനും അതുവഴി പരമാവധി നേട്ടങ്ങൾ കൊയ്യാനും അനുവദിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്